നേരത്തെ പോയ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ തിരികെ എത്തുന്നത്. കർണാടകയിലെ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ അടിമുടി ദുരൂഹതയാണ്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടി എന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന ഇപ്പോഴും വൈകുകയാണ്. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് പോലീസ് സുരക്ഷ ഒരുക്കണമെന്ന കോടതി നിർദ്ദേശത്തിനും പുല്ല് വിലയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് കോടതി നിർദ്ദേശവും നടപ്പിലായിട്ടില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ അടിമുടി ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായാലും ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൂടുതൽ കടക്കുന്നത്. പരാതികൾ ഒന്നൊന്നായി ലഭിക്കുന്ന സാഹചര്യത്തിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. വിവരങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുന്നത്. പക്ഷേ ഒരാഴ്ച പിന്നിടുമ്പോൾ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നീക്കങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഇപ്രകാരമായിരുന്നു. അതായത് കർണാടക ധർമ്മസ്ഥലയിലെ നിന്ന് വിവിധ ഇടങ്ങളിലായി ഞാൻ 100ഓളം പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ വലിയ രീതിയിൽ ഈ കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നിരവധി പരാതികളും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ സമർപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ പരാതികളിലൊന്നും കൃത്യമായ അന്വേഷണം നടത്താതെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. പോലീസിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള നിഷ്ക്രിയത്വമാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഇത്തരത്തിൽ പ്രതിയെ ഈ സ്ഥലത്ത് എത്തിച്ചിരുന്നു. അഭിഭാഷകർ മുഖേനയാണ്, അഭിഭാഷകരുടെ സംരക്ഷണത്തിലാണ് ഇയാളെ ഈ തെളിവെടുപ്പ് നടത്താൻ വേണ്ടി ഈ സ്ഥലത്ത് കൊണ്ടുവന്നത്. പക്ഷേ പോലീസ് തെളിവെടുപ്പിന് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അനന്യ ഭട്ട് 2003 കാണാതായ അനന്യ ഭട്ടിന്റെ മാതാവ് സുജാത ഭട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ ശുദ്ധീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ മകളും ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ആ മൃതദേഹങ്ങൾ വീണ്ടെടുക്കണമെന്നുമാണ് ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്. പരാതി പോലീസ് എടുത്തതല്ലാതെ ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാനോ മറ്റു മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആദ്യം വെളിപ്പെടുത്തൽ ഇയാൾ നടത്തിയതിനു ശേഷം ഈ കോടതിയിൽ നേരിട്ട് ഹാജരായി സത്യവാങ്മൂലം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ പ്രാഥമികമായ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പോലീസിനോട് ആ സമയത്ത് കോടതി വ്യക്തമായി പറഞ്ഞത് ഈ പ്രതിക്ക് പൂർണ്ണമായ സംരക്ഷണം ഒരുക്കണമെന്നാണ്, പോലീസിന്റെ സുരക്ഷ ഒരുക്കണമെന്നാണ്. പക്ഷേ പോലീസ് ഇതുവരെയും ഈ പ്രധാന സാക്ഷിയായിട്ടുള്ള ഇയാൾക്ക് സുരക്ഷ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ കൂട്ടക്കൊലപാതകം നടത്തിയതിന് ഏക സാക്ഷിയാണ് ഈ ശുചീകരണ തൊഴിലാളി. ഇയാളാണ് 100ലധികം മൃതദേഹങ്ങൾ വനപ്രദേശത്ത് കുഴിച്ചിട്ടിട്ടുള്ളത്. ഈ ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സാക്ഷിക്ക് വേണ്ടത്ര സുരക്ഷ നൽകുന്നില്ല എന്നുള്ളത് ഈ കേസിന് പോലീസിനോടുള്ള മനോഭാവം തന്നെയാണ് വെളിവാക്കുന്നത്. എന്തായാലും ഇതിനെതിരെ സമരസമിതി പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരികയാണ്. ഇനിയും പോലീസ് തയ്യാറായില്ലെങ്കിൽ തങ്ങൾ നേരിട്ടെത്തി ഈ അസ്ഥികൂടങ്ങൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഈ സമരസമിതി പ്രവർത്തകർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് ഈ കാര്യത്തിൽ നിഷ്ക്രിയത്വം തുടരുന്നത് എന്നുള്ള വലിയ ചോദ്യം കൂടി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് പുല്ല് വില കൽപ്പിച്ചാണ് ധർമ്മസ്ഥലയിലെ പോലീസ് പെരുമാറുന്നതെന്നാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും വലിയ വിവാദമായ വിഷയമായിട്ട് പോലും അതിന്റെ ഒരു ഗൗരവത്തിലെടുക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. അന്വേഷണ ഏജൻസികളും ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിനിടയിൽ അന്വേഷണ സംഘത്തിന്റെ നടപടികൾ തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി വനിതാ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. DGP നേരിട്ടെത്തി ഇത്തരത്തിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്നുള്ള ആവശ്യമാണ് കൂടുതലായും ഉയർന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഇത്തരത്തിലൊരു ആവശ്യം ശക്തമാകുന്നുണ്ട്. സമരസമിതി പ്രവർത്തകർക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കേരളത്തിൽ നിന്നടക്കം നിരവധി പേർ ഈ ധർമ്മസ്ഥലയിൽ എത്തിയിട്ടുണ്ടെന്നും പിന്നീട് കാണാതായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഒരു മലയാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവങ്ങൾ നമ്മൾ കേരള വിഷൻ ന്യൂസിലൂടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പത്മലത എന്ന് പറയുന്ന 1986 ഡിസംബർ 22 കാണാതായ ഒരു മലയാളി പെൺകുട്ടിയുടെ കാര്യവും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കേസുകളിലൊന്നും യാതൊരുവിധ അന്വേഷണം നടത്തുന്നില്ല എന്ന് മാത്രമല്ല കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇത്തരത്തിൽ ഇവർ സ്വീകരിച്ചു പോകുന്നു. പ്രത്യേകിച്ച് പോലീസ് സ്വീകരിച്ചു പോകുന്ന ഒരു നിയമ സംവിധാനങ്ങൾ മറ്റാർക്കോ വേണ്ടി നിലകൊള്ളുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അഭിഭാഷകർ വലിയ രീതിയിൽ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെയും
സുപ്രീം കോടതിയെയും ഹൈക്കോടതിനെയും ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഈ അഭിഭാഷകർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ ഈ അനന്യ ഭട്ടിന്റെ മാതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ഈ ശുചീകരണ തൊഴിലാളിയും എത്തിയിരുന്നു. പക്ഷേ ഈ നടപടികളോട് സഹകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നൊരു വലിയ രീതിയിലുള്ള ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അതേസമയം പോലീസ് പറയുന്ന മറുഭാഷ്യം ഇതാണ്, അതായത് ശുചീകരണ തൊഴിലാളി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പോലീസിന്റെ ഈ നിരുത്തരവാദപരമായിട്ടുള്ള ഈ പ്രസ്താവനയെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. കുറ്റവാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമീപനമാണ് ഈ ധർമ്മസ്ഥല പോലീസും അതിന് ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളും നിലകൊള്ളുന്നതെന്ന രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ സമരസമിതി പ്രവർത്തകർ ഉയർത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതലും കാര്യക്ഷമമായ ഒരു അന്വേഷണം വേണം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തയ്യാറാക്കണം. കാണാതായവരുടെ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ നിമജ്ജനം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് പുറത്തെടുത്ത് മറ്റ് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ദുരൂഹതകളും ആശങ്കകളും അകറ്റാൻ സാധ്യമാവുകയുള്ളൂ. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള നിഷ്ക്രിയത്വം തന്നെയാണ് ഈ കേസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാർത്തു. ശരി, കർണാടക ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ അടിമുടി ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം തന്നെയാണ്. ലഭിക്കുന്ന പരാതികളിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ള കാര്യവും പോലീസുകാർ ഇതിൽ ഇടപെടുന്നില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം തന്നെയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും നടപ്പിലായിട്ടില്ല. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.